പാഠം 1071 കാത്തിരുന്ന പ്രമോഷൻ. ഹലോ, അതെ ആരാ? ആ, മോനിട്ടുണ്ട്. റവന്യൂ വകുപ്പിലെ പ്രമോഷനൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണോ, ദൈവമല്ല മേലുദ്യോഗസ്ഥന്മാരാണെന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രമോഷൻ കിട്ടില്ല എന്ന് നീ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എന്താണ് എന്നാ കേട്ടോളൂ. കെ മോഹനകൃഷ്ണ സാറിന് പ്രമോഷനായി. നാളെ മുതൽ കെ മോഹനകൃഷ്ണ സാർ ഡെപ്യൂട്ടി തഹസിൽദാറാണ്. ഇന്ന് സർക്കാർ ഉത്തരവ് പുറത്തിറക്കും. സത്യമാണോ മോനേട്ടാ? സത്യം. എന്നെ കാസർഗോഡ് ഡെപ്യൂട്ടി തഹസിൽദാരായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് രാവിലെ തന്നെ താലൂക്ക് ഓഫീസിലെത്തും. കാസർഗോഡോ? അതിനെന്താ, പ്രമോഷൻ കിട്ടുമ്പോ സ്ഥലമാറ്റം ഉണ്ടാവുമല്ലോ, അതില്ലാതെ പറ്റുമോ? മറ്റന്നാ കാസർഗോഡ് പോയി ജോലിക്ക് കയറണമെന്നാണ് സഹദേവൻ പറഞ്ഞിരിക്കുന്നത്. നാളെ വെളുപ്പിനോട് പോകേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല. എന്റെ മോഹനേട്ടന് വലിയൊരു ആഗ്രഹം സാധിച്ചല്ലോ, എനിക്ക് സന്തോഷായി. എന്റെ ആഗ്രഹങ്ങൾ ഇതോടെ തീരുന്നില്ല. ഇനി എനിക്ക് തഹസിൽദാർ ആവണം, ഡെപ്യൂട്ടി കളക്ടർ ആവണം, കളക്ടർ ആവണം. അയ്യോ, അതെല്ലാം വരേണ്ട നേരത്തിങ് വന്നോളും. മോഹനേട്ടൻ ധൃതി കൂട്ടണ്ട. പ്രമോഷന്റെ കാര്യം പറഞ്ഞ ആരോ വിളിക്കുന്നതാണ്. ഡെപ്യൂട്ടി തഹസിൽദാർ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണൻ സാറാണ്. ആരായത്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെയോ, നാളെയോ? അയ്യോ, നാളെ ഞാൻ ഓഫീസിലുണ്ടാവില്ല. അവധിയൊന്നുമല്ല, മറ്റു ചില കാര്യങ്ങൾ. അതൊക്കെ പിന്നെ പറയാം. അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് നിങ്ങളൊക്കെ തന്നെ അറിയല്ലോ. അതിനു മുമ്പേ ഞാൻ കയറി പറയുന്നത് ശരിയല്ലല്ലോ. അതൊക്കെയുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഇന്ന് ഉച്ച കഴിഞ്ഞ് വില്ലേജ് വന്നാൽ നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. അതെ, ശരി. ഞാനിപ്പോഴും പഴയ വില്ലേജ് ഓഫീസർ എന്നാണ് ഓരോരുത്തരും വിചാരിച്ചിരിക്കുന്നത്. 10 മണി കഴിയുമ്പോ എല്ലാവരും കാര്യം അറിയും. അതോടെ എല്ലാവരും ഒന്ന് ഞെട്ടും. അതെന്തായാലും ശരിയാ മോനേട്ടാ. മോഹനേട്ടൻ ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുമെന്ന് പല ആളുകളും കരുതിയിട്ടുണ്ടാവില്ല. ഉത്തമൻ വിളിക്കുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത ആദ്യം ഉത്തമൻ എടുത്ത് തന്നെ പറഞ്ഞാലോ? നീ പറഞ്ഞാ മതി. എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 ഫോൺ വിളിക്കാനുണ്ട്. തഹസിൽദാര് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ആദ്യം പുള്ളിക്കാരനെ വിളിച്ച് ഒരു നന്ദി പറയട്ടെ. അല്ല, ഉത്തമൻ മോഹനേട്ടനല്ലേ വിളിച്ചത്? ഞാൻ ഭയങ്കര തിരക്കാണെന്ന് പറയൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ പഴയ പോലെ വില്ലേജ് ഓഫീസർ അല്ലല്ലോ, ഡെപ്യൂട്ടി തഹസിൽദാറല്ലേ. നമസ്കാരം ഡോക്കിലെ. സാറല്ലേ ഇവിടെ? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത്ത ഉത്തമൻ കാര്യം അറിഞ്ഞില്ല. മോഹനേട്ടൻ പ്രമോഷനാണ്. പ്രമോഷനാ? സാറിനാ? പ്രമോഷൻ മാത്രമല്ല, കൂടുതൽ സ്ഥലമാറ്റമുണ്ട് കാസർഗോഡേക്ക്. അയ്യോ, പ്രമോഷൻ കിട്ടിയ പിന്നെ സ്ഥലമാറ്റം ഉണ്ടാവാതിരിക്കും ഉത്തമ. എന്തായാലും എന്റെ മോഹനേട്ടൻ എത്ര കാലത്തെ ആഗ്രഹമായിരുന്നു അത്. ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് ദൈവത്തിന്റെ മനസ്സലിഞ്ഞു പോവും. അല്ല വക്കീലെ, എന്നാൽ ഇത്ര പെട്ടെന്ന് സ്ഥലം മാറ്റോന്നൊക്കെ പറഞ്ഞ സർക്കാർ കാര്യം അങ്ങനെയൊക്കെയല്ലേ ഉത്തമ. പ്രമോഷൻ തീരുമാനിക്കാനുള്ള കമ്മിറ്റി കൂടുന്നു, അവർ തീരുമാനമെടുക്കുന്നു, സർക്കാരിന് ശുപാർശ ചെയ്യുന്നു, സർക്കാർ അത് അംഗീകരിച്ച് ഉത്തരവിറക്കുന്നു.
ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ തീരുമാനം നടപ്പിലായി കഴിഞ്ഞു. നാളെ രാവിലെ മോഹനേട്ടൻ കാസർഗോഡ് പോയി മറ്റന്നാൾ. എന്നാലും വക്കീൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മോഹനേട് സാർ ഇവിടെ ഉള്ളതാണ് എനിക്കൊരു സമാധാനം. എന്ത് കാര്യത്തിനായിരുന്നാലും ഇവിടെ ഓടിക്കേറി വരാല്ലോ. ഈ പറഞ്ഞ ഡയലോഗ് മോഹനേട്ടനെയൊക്കെ പറയാൻ നിക്കല്ലേ. അയ്യോ സാറേ, സാറിന് സ്ഥലമാറ്റമാണോ? കഷ്ടമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പറയും മോഹനേട്ടന് പ്രൊമോഷൻ കിട്ടിയതിൽ അസൂയ കൊണ്ടാണ് ഈ പറയുന്നതെന്ന്. എങ്ങനെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടിയാൽ മതി എന്നായിരുന്നു മോഹനേട്ടന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഇനി അഫ്ഗാനിസ്ഥാനിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയാലും മോഹനേട്ടൻ അത് പ്രശ്നമായിരുന്നില്ല. ഞാനാണെങ്കിൽ 5-6 പേരുടെ പല പല അപേക്ഷകൾ ആഫീസിൽ കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ കാര്യം ഇനി എന്താവോ എന്തോ. ഇന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇനി അടുത്ത വില്ലേജ് ഓഫീസർ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. പുതിയ ആൾ ഏത് തരക്കാരനാണെന്ന് ആർക്കറിയാൻ പറ്റും? മുത്തം വന്നത് എന്തെങ്കിലും അത്യാവശ്യത്തിനാണോ? ആ ഞാൻ നോക്കട്ടെ. വിവരം അറിഞ്ഞപ്പോ മുതലേ മോഹനേട്ടൻ ആ തിരക്കില്ല. മോഹനേട് സാറ് സ്ഥലം മാറിപ്പോയ എന്റെ കാര്യം ഗോവിന്ദ. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും സംഭവിക്കില്ല സാറാ. പ്രമോഷൻ സ്ഥലമാറ്റം എന്നൊക്കെ പറയുന്നത് വെറുതെ വെറുതെ. ഉത്തമ, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നു എന്നറിയുമ്പോ നാട്ടുകാരുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ പോകുന്നതിൽ ഉത്തരവലി സങ്കടമാണ്, എനിക്ക് മനസ്സിലായി. സന്തോഷം. വക്കീല് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും വിശ്വസിച്ചു പോയി സാറേ. അവൾ വിശ്വസിച്ചിരിക്കുക. എനിക്ക് പ്രമോഷൻ കിട്ടിയെന്ന് അറിയുമ്പോ അവൾ സന്തോഷിക്കുമോ എന്നെനിക്ക് അറിയണമല്ലോ. അവൾക്കും വലിയ സന്തോഷമായി. ഭാമയ്ക്കും ഉത്തമനും എന്നോട് സ്നേഹമുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഇനി ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലാക്കാം. എന്താ സാറേ? നാളെ എന്റെ കൂടെ കാസർഗോഡേക്ക് വരണമെന്ന് പറയുമ്പോ അവൾ എന്തു പറയും എന്നെനിക്ക് അറിയണമല്ലോ. എനിക്കൂടെ ഒരു കേസുണ്ട്, ഓരോട് തനിച്ച് പോയാൽ മതി എന്നെങ്ങാനും അവൾ പറഞ്ഞാൽ അവളുടെ മനസ്സിൽ എനിക്ക് പിടിയിട്ടുമല്ലോ. അല്ല സാറേ, അതൊരു പ്രശ്നമാണല്ലോ. ഇത്രയും കേസൊക്കെ ഇട്ടിട്ട് വക്കീല് വരണോ? ഭർത്താവിന്റെ കൂടെയാണ് ഭാര്യ കഴിയേണ്ടത്. ഈ പ്രമോഷന്റെ കാര്യം ഉത്തമൻ കാണുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കൂ. ആൾക്കാർക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് എനിക്കൊന്ന് അറിയാമല്ലോ. ഞാൻ ഏറ്റു സാറേ. സാർ ആഫീസിലേക്ക് എത്തുമ്പോഴേക്ക് സകല പേര് കാര്യം അറിഞ്ഞിരിക്കും. സാർ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരും സാർ ഒന്ന് ഒഴിവായാ മതി എന്ന് ആഗ്രഹിക്കുന്നവരും ഇന്ന് കണ്ടുപിടിക്കാം. എന്നാ പിന്നെ ഞാൻ ഇതെവിടായിരുന്നു? ഞാൻ കരുതി കുളിക്കാൻ കയറിയെന്ന്. കുളിച്ചില്ലേ? കുളിക്കാൻ സമയമാകുന്നല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടല്ലോ. ഇന്ന് രാത്രി തന്നെ പോകാൻ പറ്റിയ നാളെ വെളുപ്പിനെ അവിടെ എത്താമായിരുന്നു. അല്ല, നാളെ രാവിലെ പോയാൽ മതി എന്നല്ലേ മോഹനേട്ടൻ കുറച്ചു മുന്നേ പറഞ്ഞത്? നാളെ രാവിലെ പോയാലും മതി, പക്ഷെ അവിടെ എത്തുമ്പോ രാത്രിയാവൂലേ? മറ്റന്നാൾ രാവിലെ തന്നെ അവിടെ ജോലി കയറണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനെന്താ മോഹനേട്ടാ, ഏതായാലും നാളെ രാവിലെ പോവാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ രാവിലെ തയ്യാറായി നിൽക്ക്. നമുക്ക് വെളുപ്പിനുള്ള ബസ്സിനങ്ങ് പോവാം. ഞാനോ? ഞാനെങ്ങനെയാ മോഹനേട്ടനോട് വരുന്നത്? എന്താ പ്രശ്നം? എന്റെ മോഹനേട്ട, എനിക്ക് എന്തുമാത്രം കേസുണ്ട് ഇവിടെ. ഈ ആഴ്ച അടുത്ത ആഴ്ച ദിവസം 2 കേസെങ്കിലും ഇല്ലാത്തൊരു ദിവസമില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെ മോഹനേട്ടനോട് വരുന്നത്? എന്ന് പറഞ്ഞാൽ ഭാമേ, ഞാൻ എത്ര ദൂരം പോവാനാ? അത് നടക്കില്ല. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. മോഹനേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? കക്ഷികളോട് വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയിട്ട് കേസിന്റെ അന്ന് വക്കീല് കോടതിയിൽ ഹാജരാവാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മോഹനേട്ടനെ അറിയാലോ. വക്കീല് കക്ഷിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതെനിക്കറിയണ്ട. നീ എന്റെ ഭാര്യയാണ്. ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ കൂടെ കാണണം. ഞാൻ നാളെ രാവിലെ പോകുമ്പോ നീ എന്റെ ഒപ്പം ഉണ്ടായേ പറ്റൂ. അതിൽ ഒരു മാറ്റവും ഇല്ല. അല്ല, ഞാൻ മോഹനേട്ട നാളെ പോകുന്നത് മോഹനേട്ടന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടല്ലേ? മോഹനേട്ടൻ അത് പ്രധാനമായതുകൊണ്ടാണല്ലോ ഓർഡർ കൈ കിട്ടുന്നതിന് മുന്നേ തന്നെ മോഹനേട്ടൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ അതിൽ ഒരു തടസ്സവും പറയുന്നില്ലല്ലോ. കാരണം മോഹനേട്ടന്റെ ജോലി മോഹനേട്ടൻ അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതല്ലേ മോഹനേട്ടൻ എന്റെ ജോലി. അതുകൊണ്ട് എന്താ? മോഹനേട്ടനോട് വരാൻ തൽക്കാലം എനിക്ക് പറ്റില്ല.
എന്ന് വെച്ചാ ഇപ്പോഴുള്ള കേസുകളൊക്കെ ഞാൻ തന്നെ നോക്കിയല്ലേ പറ്റുള്ളൂ. പുതിയ കേസുകളാണെങ്കിൽ നമുക്ക് കേൾക്കാതിരിക്കാം. പക്ഷെ പഴയ കേസുകളുടെ കാര്യത്തിൽ ഓരോ തീർപ്പ് നടക്കില്ല. ഒരു കേസ് തീരണമെങ്കിൽ കുറഞ്ഞ 2 കൊല്ലമെങ്കിലും എടുക്കും. അത്രയും നാൾ നീ ഇവിടെ തനിയെ താമസമാണെന്നാണ് പറയുന്നത്. കേസുകൾ വേഗം തീർക്കാൻ നമുക്ക് നോക്കാം. വേറൊന്നും നടക്കൂല മോനട്ടാ. ഭാമേ, കല്യാണം കഴിഞ്ഞ് ഇതുവരെ നമ്മൾ പിരിഞ്ഞിരുന്നിട്ടില്ല എന്ന കാര്യം നിനക്കറിയാലോ. അങ്ങനെ ഉള്ളപ്പോ 1 or 2 കൊല്ലം ഞാൻ അവിടെ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കും? അത് നടക്കില്ല. മോഹനേട്ടൻ എന്നെ പിരിഞ്ഞിരിക്കാത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. മോഹനേട്ടന് ഭക്ഷണം ഉണ്ടാക്കി തരാനോ ഷർട്ടും കൊണ്ടും തേച്ച് തരാനോ ഒരാള് വേണം. അത് ചെയ്തു തരുന്നതിന് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ അതിന്റെ പേരിൽ എന്റെ ജോലികളെ എന്നെ കൊണ്ട് പറ്റില്ല മോനട്ടാ. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് LLB പാസ്സായത് അതിനു വേണ്ടി അല്ല. തൽക്കാലം ഞാൻ ഒരിടത്തേക്കും ഇല്ല. മോനട്ട തന്നെ പോയാൽ മതി. പുറമേ കാണുന്ന സ്നേഹമേ നിനക്ക് എന്നോടുള്ളൂ എന്ന് ഇന്ന് വൈകുന്നേരത്തിനകം തെളിവ് സഹിതം ഞാൻ സ്ഥാപിക്കാൻ പോവുകയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ സാറിനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഇപ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് ഉത്തമനെ കണ്ടു. അപ്പോ ഉത്തമനാ പറഞ്ഞത് സാറിന് പ്രമോഷൻ കിട്ടിയെന്ന്. ശരിയാണ്. അപ്പോ സാറിന് ഈ ഡെപ്യൂട്ടി തഹസിൽദാർ ആണല്ലേ? അതെ. ഒരു വില്ലേജ് ഓഫീസറായി ഇരുന്നിട്ട് സാറ് ചെയ്ത ദ്രോഹം ചില്ലറയൊന്നും അല്ല. അപ്പൊ തഹസിൽദാരായ ആ താലൂക്കിന്റെ കാര്യം പോക്ക. ഒരു പോക്കൂരന്റെ പേരിൽ സാർ എന്നോട് ചെയ്ത ദ്രോഹം ഞാൻ മറന്നിട്ടില്ല. അന്ന് ഞാൻ പ്രാർത്ഥിച്ചതാ സാറിന് വല്ല സൊമാലിയയിലേക്ക് സ്ഥലമാറ്റം കിട്ടണമെന്ന്. കാസർഗോഡേക്കായാലും മതി, ഈ നാട്ടുകാർ രക്ഷപ്പെടുമല്ലോ. സാറിന് എന്നെ പേടിപ്പിക്കണം നോക്കണ്ട. ഇനി സാറിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നുകൊണ്ട് ഈ നാട്ടുകാരുടെ കഷ്ടകാലം തീരുക. എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രഭേ. ഇതെങ്ങനെ സാധിച്ചെടുത്തു? സത്യത്തിൽ ഈ വിവരം അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാഞ്ഞു സാറേ. ഇന്നലെ വൈകിട്ട് വരെ ഈ പ്രൊമോഷന്റെ ഒരു സൂചന പോലും നമുക്ക് കിട്ടിയില്ലല്ലോ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഈ ഓഫീസിലുള്ള നമ്മളൊന്നും അറിയാതെ സാർ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? എന്റെ കാഞ്ചന സാറേ, മോഹനേട്ടൻ സാർ ആരാ മോൻ? പ്രൊമോഷന്റെ കാര്യമൊക്കെ സാറ് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും നമ്മളെ അറിയിക്കാൻ സാർ ഒളിപ്പിച്ചു വെച്ചു. വിവരം അറിയുമ്പോ നമ്മൾ ഞെട്ടണമല്ലോ. സാർ ഉദ്ദേശ കാര്യം നടന്നു. നിങ്ങളൊക്കെ ഇപ്പൊ ഞെട്ടിയില്ലേ? പറയാനായിട്ട് ശിശുപാലൻ ചേട്ടൻ ഞെട്ടിയില്ലാന്ന് തോന്നുന്നു. ഞെട്ടി? ഞാനും ഞെട്ടി. വിജയന്റെ കടയിൽ വെച്ചാ ഉത്തമൻ എന്നോട് കാര്യം പറയുന്നു. അത് ഞാൻ വിശ്വസിച്ചില്ല. ഉത്തമൻ ആണയിട്ട് പറഞ്ഞപ്പോഴാ വിശ്വാസമായേ. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് വലിയ ചർച്ച? സാറിന് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞു. സർക്കാർ ഉത്തരവ് ഇന്നിറങ്ങും. നാളെ രാവിലെ ഞാൻ കാസർഗോട്ടേക്ക് പോകും. എന്താ ഒന്നും പറയാത്തത്? സത്യം പറയാലോ സാർ, റവന്യൂ വകുപ്പിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാ സാറ്. സാറിന് പ്രൊമോഷൻ കിട്ടില്ലേ പിന്നെ ആർക്കാ കിട്ടുക? നല്ലത് ചെയ്താൽ നമുക്ക് നന്മ ഉണ്ടാവുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ മോഹനേഷ് സാറിനെ പോലുള്ളവർക്ക് നല്ലത് മാത്രം വരുത്തണേന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സാറിന് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സാറേ. സാറിന്റെ ആത്മാർത്ഥതയ്ക്ക് കിട്ടിയ അംഗീകാരമാണിത്. സാർ ഇനി ഒരുപാട് വലിയ ആളാവും. തഹസിൽദാരായി, കളക്ടറായി, അങ്ങനെ അങ്ങനെ അങ്ങനെ. നിങ്ങള് ജോലി നോക്ക്.
പ്രഭ എന്തൊക്കെയാ പറഞ്ഞത്? സാറിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രഭയുടെ പ്രാർത്ഥന ദൈവം കേട്ടത് കൊണ്ടാ സാറിന് പ്രമോഷൻ കിട്ടിയത്. എങ്ങനെ പ്രഭ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? എന്റെ കാഞ്ഞില സാറേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. സാറിന് പ്രമോഷൻ കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ ദിവസമില്ല. പാവം പെൺകുട്ടി, സ്നേഹമുള്ളവൾ. ഞാൻ വിശ്വസിക്കില്ല. കിട്ടുന്ന അവസരത്തിലേക്ക് സാറിനെ മനസ്സറിഞ്ഞ് പ്രാകുന്ന പ്രഭ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നടന്നത് തന്നെ. അത് ശരിയാണല്ലോ. ഞാൻ പ്രാർത്ഥിച്ചെന്നുള്ള നേരെ തന്നെയാ. പക്ഷേ അത് സാറിന് വേണ്ടിയല്ലെന്ന് മാത്രം. പിന്നെ സാറിന് പ്രമോഷൻ കിട്ടിയാ അക്കൂട്ടത്തിൽ സ്ഥലമാറ്റം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതോടെ സാർ ഇവിടുന്ന് പോവും. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാലോ. സ്വയംപ്രഭ സാറ് പറഞ്ഞതിൽ കാര്യമുണ്ട്. സാധാരണ ഒരു വില്ലേജ് ഓഫീസർ 2-3 കൊല്ലം കഴിയുമ്പോ സ്ഥലം മാറി പോകുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. എത്ര കാലമായിട്ട് സാർ ആ കസേരയിൽ തന്നെ ഇരിക്കുന്നു. 10 പൈസ കൈക്കൂലി വാങ്ങാനും പറ്റൂല. ശിശുപാല, അത് ശരിയാ. മോഹൻകൃഷ്ണ സാറിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിൽ കൈ നിറയെ കാശുണ്ടായാലേ. അതെങ്ങനെയാ? പട്ടിപുല്ല് തിന്നിയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കയില്ല എന്ന് പറയുന്ന അവസ്ഥയില്ലേ ഇവിടെ? അതെ അതെ. നാളെ മുതൽ ഈ ആഫീസേ നമ്മുടെ സാമ്രാജ്യമല്ലേ കന്ന സാറേ. നമ്മള് കലക്കും കലക്കും. ഹലോ. ആ മോനേട്ടാ, ഞാനാ. എന്താ കാര്യം? അല്ല, രാവിലെ മോഹനേട്ടൻ പറഞ്ഞു പോയതിനെ പറ്റി ഞാൻ അന്ന് ആലോചിക്കായിരുന്നു. നീ എന്താ ആലോചിക്കാൻ? നിനക്ക് തന്നെ ജോലിയല്ലേ പ്രധാനം? അല്ല, ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട. ആ. നാളെ നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ശ്ശോ, അത് പറയാനാ ഞാൻ വിളിച്ചത്. എന്ത്? ഞാൻ വരുന്നുണ്ട് മോഹനേട്ടന്റെ കൂടെ. തൽക്കാലം നമുക്ക് കേസൊക്കെ വിദ്യയിപ്പിക്കാം. പിന്നെന്താ വേണ്ടെന്ന് പിന്നെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എന്തായാലും നാളെ ഞാൻ മോഹനേട്ടനോട് വരുന്നുണ്ട്. മോഹനേട്ടൻ പറഞ്ഞതാ ശരി. നമ്മളങ്ങനെ പിരിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കെന്തായാലും മോഹനേട്ടനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. നമുക്ക് നാളെ രാവിലെ പോവാം. പാവ എന്റെ ഭാമ വെറുതെ സംശയിച്ചു. ഇന്നിപ്പം വലിയ ധൃതിയൊന്നും പിടിക്കണ്ട. ആ അപേക്ഷയ്ക്ക് അവിടെ ഇരിക്കട്ടെ. നാളെ നമുക്ക് കാര്യമായിട്ട് പിരിവ് നടത്താനുള്ളതാ. ദേ, ഒരു അവസരം കിട്ടുമ്പോ അത് കളയല്ലേ. ഇതാ പൗലോസാറിന്റെ അപേക്ഷ. ഇതിലൊന്നും കിട്ടാനില്ല. നമ്മള് കൈക്കൂലി ചോദിച്ചാ അയാൾ അപ്പം വിജിലൻസിൽ അറിയിച്ചു. ഒരു പുതിയ ബൈക്ക് വാങ്ങണമെന്ന് ഓർക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പ്രൊഫസർ നോക്കിക്കോ, 1 മാസം കൊണ്ട് ഞാൻ പുതിയ ബൈക്ക് വാങ്ങും. ശിശുപാല, ഞാൻ പോയി കഴിയുമ്പോൾ കൈക്കൂലി വാങ്ങി ബൈക്ക് വാങ്ങാമെന്നുള്ള ശിശുപാലന്റെ സ്വപ്നം ഈ സമീപകാലത്തൊന്നും നടക്കില്ല. കുറച്ചിങ്ങോട്ട് പറക്ക്. നാളെ മുതൽ ഇത് നിങ്ങളുടെ സാമ്രാജ്യമാകുമെന്നുള്ള മോഹം തൽക്കാലം നടക്കാൻ പോകുന്നില്ല. കാഞ്ചനെ, എന്നെ പട്ടി എന്ന് വിളിച്ച് ഞാൻ കേട്ടു. പക്ഷേ പട്ടി പോയി കഴിഞ്ഞാൽ പുല്ല് തിന്നാമെന്നുള്ള പശുവിന്റെ മോഹവും ഇവിടെ നടക്കില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടി ഞാനൊരു അടവ് കാണിച്ചതാ. എല്ലാവരും എനിക്ക് മനസ്സിലായി. അയ്യോ സാർ, നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുന്നവരാണ് എന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ലോകത്തുണ്ട്. ഹലോ, അതെ. ഇല്ല, മോഹനേട്ടൻ എത്തിയിട്ടില്ല. ആരാ? ആ, രാജേന്ദ്രൻ ചേട്ടാ. മോഹനേട്ടൻ വരാനുള്ള സമയമായിട്ടുണ്ട്.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ടെ കിട്ടും. അതെ അതെ അതെ, നാളെ രാവിലെ പോവും. രാജേന്ദ്രൻ ചേട്ടനോട് ആരാ പറഞ്ഞത്? അതെയോ? ഓ ശരി. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മോഹനേട്ടനെ അറിയൂ. ഈ ചെടിച്ചട്ടിയിലെടുത്ത മുൻവശത്ത് ചാരാ? എല്ലാം അടുക്കിപ്പഴകി എടുത്തോ. മോനേട്ടൻ എത്തിയാ? ഞാനേ നാളെ രാവിലെ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. കാസർഗോഡേക്ക് നാളെ വെളുപ്പിന് പോണെന്നല്ലേ മോനേട്ടൻ പറഞ്ഞത്? അതുകൊണ്ട് ഉച്ചയായപ്പോഴേക്ക് ഞാൻ കോടതിയിൽ നിന്ന് പോകുന്നു. 2 ആഴ്ചയ്ക്കുള്ള സകല കേസ് ഞാൻ വിദ്യ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കക്ഷികളെ കണ്ട് കാര്യം പറഞ്ഞ് വക്കാലത്തെല്ലാം വിദ്യയുടെ പേരിലേക്ക് മാറ്റണം. ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോ തുടങ്ങി ഒരുക്കം മോനേട്ടാ. എന്റെ മോഹനേട്ടന്റെ ഡ്രസ് മുഴുവൻ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുക്കളയില് ഇന്നത്തെ അത്താഴത്തിന്റെ സാധനം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ കട്ടിലും മേശയൊക്കെ എടുത്ത് പുറത്ത് വെക്കാൻ ശേഖരൻകുട്ടിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ലോറി രാത്രി തന്നെ വരട്ടെ മോനേട്ടാ. അങ്ങനെയാണെങ്കിൽ സാധനങ്ങളൊക്കെ നമുക്ക് രാത്രി തന്നെ കേട്ടുവിടാലോ. നമ്മൾ എത്തുമ്പോഴേക്കും അത് അവിടെ എത്തൂല്ലോ. കാസർഗോഡേക്ക് ഈ മോഹനേട്ടൻ സ്ഥലം മാറ്റമില്ലേ? ഞാൻ തീരുമാനിച്ചല്ലോ, മോഹനേട്ടൻ എന്നോട് പറഞ്ഞത്. വെറുതെയോ? നീ എന്റെ കൂടെ പോരെന്ന് അറിയാൻ വേണ്ടി. നിനക്ക് വലുത് കേസാണോ അതോ ഞാനാണോ എന്നറിയാൻ വേണ്ടി. അതിനാണോ മോഹനേട്ടൻ രാവിലെ ഈ വേണ്ടതിന് മുഴുവൻ പറഞ്ഞുണ്ടാക്കിയത്? കഷ്ടമുണ്ട് മോഹനേട്ടാ. ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചോ? എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരായിരുന്നു. പാമേ ഞാനേ മോഹനേട്ടാ, എന്തോ രാവിലത്തെ ആ ബഹളം കണ്ടപ്പോഴേ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയതാ. മോഹനേട്ടൻ പോയി കഴിഞ്ഞപ്പോ സഹദേവ് സാറിനെ വിളിച്ചു ചോദിച്ച് ഞാൻ സംശയം എല്ലാം തീർത്തു. എന്നെ പരീക്ഷിക്കാനായി മോഹനേട്ടൻ ഉണ്ടാക്കിയ കഥയാണെന്ന് മനസ്സിലായപ്പോ സാറിനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. ഈ സാധനങ്ങൾ മുഴുവനും പഴയ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. എന്നോട് കാണിച്ചതിനുള്ള ശിക്ഷയായിട്ട്. പിന്നെ മോഹനേട്ടൻ തന്നെ വെക്കണം. മുറ്റത്തിരിക്കുന്ന ചെടിച്ചട്ടികളും പഴയ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വന്നാലേ ഇന്ന് മോഹനേട്ടന്റെ ചായ കിട്ടൂ. ചായ കുടിച്ചു അവിടെ എടുത്ത് വെച്ചിട്ട് കേട്ടില്ല. ചായ കുടിച്ച് നേരത്തെ വെച്ചാ പോരെന്ന്. മറ്റുള്ളവരുടെ മനസ്സളക്കാനുള്ള തരികിട വേലകൾ പലതും വില്ലേജ് ഓഫീസറുടെ കയ്യിലുണ്ട് എന്നത് നേരാണ്. പക്ഷേ ചില നേരത്ത് ഏത് ബുദ്ധിമാന്റെ വേലകളും തിരിഞ്ഞു കൊത്തുമെന്ന കാര്യം മഹാൻ മറന്നുപോയി. എന്തായാലും വീട് പഴയ നിലയിലാക്കാൻ രണ്ടുപേരും കൂടി ആഞ്ഞു പിടിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരും.